ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തക്കാളി ചുട്ടരച്ച ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചമ്മന്തിയാണ്, വളരെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ആദ്യം അടുപ്പത്തേക്ക് വെക്കാം. ഈ പാനിലേക്ക് നമ്മൾക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും പൊഴിക്കേണ്ട. 4 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. പെട്ടെന്ന് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് പൊഴിച്ചത്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവോളയാണ് ഞാൻ എടുത്തത്. ഈ സവോള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഈ സവോള നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് തീ അല്പം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവോള ചെറുതായിട്ട് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ശരിക്കും വഴന്നിട്ടുണ്ട്. ഇതുപോലെ ശരിക്കും ഒന്ന് വഴന്ന് ബ്രൗൺ നിറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. സവോള കൂടുതൽ മൊരിയെ നിൽക്കണ്ട. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരു കളറായി തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തത്. ചെറുതരം തക്കാളി ആയതുകൊണ്ട് 4 തക്കാളി എടുത്തു. വലിയ തക്കാളി ആണെങ്കിൽ 1-2 മുറിച്ച് ഇടുന്നത് നല്ലതായിരിക്കും. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇതൊന്ന് ആവി കയറുമ്പോൾ ഇതൊന്ന് ശരിക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. തക്കാളി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു കല്ല് വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ തക്കാളി ശരിക്ക് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളധികം വെളിച്ചെണ്ണ ചേർക്കാതെ തന്നെ ആവിയിൽ നന്നായിട്ട് ഇത് വെന്ത് ഉടഞ്ഞു. നമുക്കിതിനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുളക് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ച സവോളയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വഴറ്റി വെച്ച സവോളയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് താഴെ നമുക്ക് സമയം ആവശ്യമുള്ളൂ ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട്. തന്നെയല്ലേ ഇത് കഞ്ഞിക്കും ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ചമ്മന്തിയാണ്. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചമ്മന്തിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണേ.